നാലുപേർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ഷാബു പ്രസാദ്, ഇവിടെ അങ്ങനെ നേർക്കുനേർ എന്താണ് കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി നേർക്കുനേർ ഇന്ന ആളുടെ പേരെടുത്ത് RS സുര്യാലവും പറയാറില്ല, ഇന്നും അതില്ല. അതായത് ഇപ്പോൾ രാജ്യം ഇതുവരെ കാണാത്ത അങ്ങേയറ്റം മലീമസമായ വിദ്വേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നടത്തിയൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ RSS പറയുന്നു പ്രചാരണ രംഗം മര്യാദയില്ലാത്തതായി, അന്തസ്സില്ലാത്തതായി, യഥാർത്ഥ സേവകന് ധാർഷ്ട്യം അഹങ്കാരം പാടില്ല, പ്രതിപക്ഷത്തെ കേൾക്കണം, അവർ ശത്രുക്കളല്ല. ഇത് BJPയെയും മോദിയെയും തിരുത്താൻ ശ്രമിക്കുന്നതാണോ, അതോ മോദി എന്നൊരു പ്രഭാവലയം ഒറ്റ രാത്രിയിൽ വീണിയുടഞ്ഞു, ഇനി അദ്ദേഹം നിതീഷിനെ പോലെ, ചന്ദ്രബാബു നായിഡുവിനെ പോലെ, അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായി എന്ന RSS തിരിച്ചറിവാണോ ശ്രീ ഷാബു പ്രസാദ്? എന്തായാലും ഹാഷ്മിയുടെ ആ പ്രയോഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ഇനിയും കാര്യത്തിലേക്ക് വരാം. മോഹൻജി ഭഗവത് ഇവിടെ നടത്തിയ ആ സ്പീച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ തൃതീയ വർഷ സംഘശിക്ഷാ വർഗിൻ്റെ സമാപനത്തിൽ, ഈ തൃതീയ വർഷ സംഘശിക്ഷാ വർഗം എന്ന് പറയുന്നത് നാഗ്പൂരിൽ എല്ലാ വർഷവും മുതിർന്ന കാര്യകർത്താക്കൾക്ക് വേണ്ടി, അതായത് പ്രാന്തീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾക്കും പ്രചാരകന്മാർക്ക് വേണ്ടിയിട്ടും നടത്താറുള്ള ശിബിരമാണത്. പ്രഥമ വർഷമുണ്ട്, ദ്വിതീയ വർഷവുമുണ്ട്. ഇപ്പോൾ അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കും, കേരളത്തിലും നടന്നിട്ടുണ്ട്. ഇത്തവണ തൃതീയ വർഷം നാഗ്പൂരിൽ മാത്രമാണ് നടക്കുക. ആ നാഗ്പൂരിൽ നടന്ന തൃതീയ വർഷ സംഘശിക്ഷാ വർഗിൻ്റെ സമാപനത്തിൽ മുതിർന്ന കാര്യകർത്താക്കളോടായി നടത്തിയ അഭിസംബോധനയാണ് അത്. ആ അഭിസംബോധനയിൽ ഒരു കാര്യകർത്താവ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് പറയാനും ഉപദേശിക്കാനുമുള്ള ആ ബാധ്യത ആ സംഘടനയുടെ നേതാവിനുണ്ട്. എല്ലാ വർഷവും നടക്കാറുള്ളതാണത്. അതൊന്ന്. ഇനി മറ്റൊന്ന്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് BJPയുടെ നേതാവ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നതിനേക്കാളൊക്കെ ഉപരി RSSൻ്റെ പ്രചാരകനാണ്. 1970 മുതൽ ഇന്നേക്കിപ്പോൾ 54 വർഷമായി RSSൻ്റെ മുതിർന്ന പ്രചാരകനാണ്. ഈ നരേന്ദ്രമോദിയും മോഹൻജി ഭഗവതും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഇക്വേഷൻ, ആ ബന്ധത്തിൻ്റെ ആഴം ഒന്നും നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അല്ല ഷാബു, ഒരു ചോദ്യം അതുകൊണ്ടായിരുന്നു. ഒരൊറ്റ ഫോൺ കോളിൽ നരേന്ദ്രമോദിയുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മോഹൻ ഭഗവത് അഹങ്കാരം ഒഴിവാക്കണം, രാജ്യത്തെ പ്രചാരണം മലീമസമായി, പ്രതിപക്ഷത്തെ ശത്രുപക്ഷത്ത് കാണരുത് എന്നൊക്കെ രാജ്യത്തോടായി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് രാജ്യം അറിയണം എന്നുള്ളതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ബ്രാൻഡ് മോദി എന്ന് പറയുന്ന RSS പരീക്ഷണം അവസാനിച്ചു എന്ന ബോധ്യത്തിലാണോ അത് രാജ്യം അറിയണം എന്ന RSSന്റെ മോഹൻ ഭഗവതിന് താല്പര്യം? ഇപ്പൊ താങ്കൾ പറയുന്ന പോലെ നേരിട്ട് മോദിയെ വിളിച്ച് പറയാവുന്നേ ഉള്ളൂ മോഹൻ ഭഗവതിന്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ ആ മോഹൻജി ഭഗവതിന് RSSന് BJPയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള വേദികളുടെ ഒന്നും ആവശ്യമില്ല. അതവിടെ നിൽക്കട്ടെ, അത് അങ്ങനെ നിൽക്കും. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, അതായത് തെരഞ്ഞെടുപ്പ് രംഗം വിദ്വേഷ പ്രചാരണങ്ങളാൽ മലീമസമായി എന്നത് മോഹൻജി ഭഗവത് പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. പക്ഷേ അത് അത് ആ ആഹ്വാനം, അതിൻ്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ഈ വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ട്, അതായത് ഇവിടെ ഞാൻ പറയുന്നു, അതായത് പറഞ്ഞല്ലേ, ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ CAA എന്ന ഒരൊറ്റ നിയമം കൊണ്ട് ഈ 10-25 കോടി വരുന്ന ലോകത്തിലെ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയെ മുഴുവൻ കൊന്നൊടുക്കാൻ പോകുന്നു, നാടുകടത്താൻ പോകുന്നു, അവരുടെ പൗരാവകാശങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഭീതി പടർത്തിക്കൊണ്ടുള്ള പ്രചരണം ഈ നാട്ടിൽ നടന്നു. ജാതി വേർതിരിവോടുകൂടി ഇവിടെ മോദി അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ സംവരണം ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പിന്റെയും ഭീതിയുടെയും ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. അതൊന്നും മോഹൻ ഭഗവത് പറയുന്നില്ല. മോഹൻ ഭഗവത് ഈ പറയുന്ന വിദ്വേഷ പ്രസ്താവനകൾ അസത്യഭംഗമായ പ്രചരണങ്ങൾക്ക് ശേഷം പറഞ്ഞു തുടരുന്ന എന്താണ്? നടന്നിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വിദ്വേഷ പ്രചരണം നടന്നു എന്ന് പറയുന്നൊരു തുടർച്ചയിൽ പറയുന്നത് എന്താണ്? എന്ന് പറയുന്നൊരു തുടർച്ചയിൽ പറയുന്നത് പ്രതിപക്ഷം എന്നുള്ളത് വിരോധികളല്ല, പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വേണ്ടതാണ്, അവർ ശത്രുക്കളല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പ്രതിപക്ഷമാണ് ഈ പറയുന്ന പണിയൊക്കെ ചെയ്തതെന്ന് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതെ, പ്രതിപക്ഷം പറയുന്ന കേൾക്കൂ.
പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആ രാഷ്ട്രീയ അർത്ഥത്തിൽ മാത്രമല്ല കാണേണ്ടത്. RSS പറയുമ്പോൾ അങ്ങനെയല്ല. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഹാഷ്മി എൻ്റെ പ്രതിപക്ഷമാണ്. ഇവിടെ ഷാഫി സാഹിബ് ഇരിക്കുന്നു, അദ്ദേഹം എൻ്റെ പ്രതിപക്ഷമാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷമാണ്. ഈ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബഹുമാനത്തോടെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതേപോലെ തിരിച്ചും ശരി. ഇവിടെ പാർലമെന്റിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുമാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷം നരേന്ദ്രമോദിയാണ്. ശരി ശരി. അല്ല, ഞാൻ പറഞ്ഞ RSS എല്ലാ കാലം നടന്ന പ്രതികരണങ്ങൾ ഇത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ കൂടിയും നഷ്ടപ്പെട്ടത് എങ്ങനെ ഇല്ലാതായി എന്ന് തീരുമാനിക്കേണ്ട കാര്യമാണത്. റാം മാധവ് RSSന്റെ നേതാവാണ് എന്ന കാര്യം അങ്ങേക്ക് തർക്കമില്ലല്ലോ. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ മാൻഡേറ്റ് ഫോർ ഹ്യൂമിലിറ്റി എന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ. താങ്കൾ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് ഹൗവർ ദ സിറ്റുവേഷൻ വായിച്ചില്ല, ഞാൻ അയച്ചുതരാം അങ്ങേക്ക്. The victory of Narendra Modi led NDA for third time will be parliamentary record. However, the situation calls for greater accommodation and responsible politics from both sides. Mahatma Gandhi is remembered for many things, but he was first to introduce coalition politics in the pre-independence era. His success lay in humility and civility, qualities that the Indian polity is dire need of. Coalitions are great levelers. Hope we witness the restoration of those virtues in our polity in the coming years. എന്ന് പറഞ്ഞാൽ പോയ 10 വർഷങ്ങളിൽ നഷ്ടമായ ഈ പറയുന്ന നല്ല ഗുണങ്ങൾ സഖ്യരാഷ്ട്രീയത്തിലൂടെ മടങ്ങിക്കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് റാം മാധവ്. കുറച്ചുകൂടി നേരിട്ട് പറയുകയാണ് അക്കാര്യം. അതെ അതെ അതെ, അതിന്റെ തുടർച്ചയിൽ തന്നെയാണ് സാർ മോഹൻ ഭഗവത് എന്ന് പറയുന്നത്. 10 വർഷം BJPയുടെ പറയുന്ന കേൾക്കൂ, നരേന്ദ്രമോദിയുടെ ഭരണം മാത്രമല്ല ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ ഭരണം മാത്രമല്ല ഈ രാജ്യത്ത് നടന്നത്. അതിഭീകരമായ രീതിയിലുള്ള വിദ്വേഷ ചാരണങ്ങളും ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള വൃത്തികെട്ട പ്രചാരണങ്ങളും ഈ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉണ്ടായതാണ്. എന്താണ് സാർ? സഖ്യ സർക്കാരിനെ പ്രകീർത്തിക്കാണ് റാം മാധവ് ആ ലേഖനത്തിൽ. കോൺഗ്രസിന്റെ നേട്ടം നിങ്ങൾ ചെറുതായി കാണരുത്, കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് പറയുകയാണ് റാം മാധവ്. എന്ന് പറഞ്ഞാൽ സഖ്യ സർക്കാർ നഷ്ടപ്പെട്ട വിർച്വൽ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കടുത്ത ഏകാധിപത്യം അവസാനിച്ചു എന്ന ആശ്വാസം റാം മാധവ് പറയുകയാണ്. ഇത്തവണത്തെ ജനവിധി എന്നത് ഒരു കോയലിഷൻ ഗവൺമെന്റിനുള്ളതാണ്. അതിനെ എല്ലാ വിനയത്തോടും കൂടി അംഗീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യുന്നത്. ഇവിടെ നടന്ന ഏകാധിപത്യമാണെന്ന് നിങ്ങൾ വായിച്ചത്. രാം മാധവ് 10 വർഷം നരേന്ദ്രമോദിയുടെ ഏകാധിപത്യമാണ്. മഹാത്മാഗാന്ധിയുടെ വിജയം ഹ്യൂമിലിറ്റിയും സിവിലിറ്റിയുമാണ് എന്ന് പറഞ്ഞാൽ വിനയവും പൗരബോധവുമാണ്. His success lay in the humility and civility, qualities that the Indian polity is in dire need of. Coalitions are great levelers. Hope we witness the restoration of those values in our polity in coming years. എന്ന് പറഞ്ഞാൽ സഖ്യ സർക്കാരുകൾ ഗ്രേറ്റ് ലെവലേഴ്സ് ആണ്. അത്തരത്തിലുള്ള വിർച്യൂകളെ തിരിച്ചു പിടിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ സഖ്യ സർക്കാരിന്റെ കീഴിൽ നഷ്ടമായ വിർച്യൂസ് തിരിച്ചു പിടിക്കാൻ നമുക്ക് സഹായകരമാകട്ടെ എന്ന് പറഞ്ഞാൽ പോയ 10 വർഷത്തേക്കാളെ കുറിച്ചല്ലേ പറയുന്നത്? പിന്നെ വേറെ എന്താണ് പറയുന്നത്? അതല്ല പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പോയ 10 വർഷക്കാലം നടന്ന ഭീകരമായ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസമല്ലേ രാം മാധവിന്റെ വാക്കുകളിൽ ഉള്ളത് എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല. ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇനിയെങ്കിലും ഈ ആ വിദ്വേഷത്തിന്റെ നാളുകൾ ഇനിയെങ്കിലും അവസാനിക്കട്ടെ എന്ന പ്രത്യാശയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. അതാണ് വേണ്ടതും. തർക്കമുള്ളത് എന്താണ്? അതിന്റെ അകത്ത് ഇത്ര തർക്കമുള്ളത് ആർക്കാണ് ഇതിന്റെ അകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞാനിപ്പോഴും പറയുന്നു ഈ രാജ്യത്ത് താങ്കൾ പറയുന്നത് വീണാൽ പോലും വെങ്കയ്യ നായിഡു പറയുന്നു ഇത് ഒരു പാഠമാണ്, ലെസൺ ആണ് എന്ന് പറയുന്നു. വെങ്കയ്യ നായിഡുവും RSS BJP ബന്ധം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. RSS എന്ന് പറയുന്നു,
റാം മാധവ് പറയുന്നു ഇത് പോയ വെർച്ചുകൾ തിരിച്ചു പിടിക്കാനുള്ള കാലമാണെന്ന് പറയുന്നു. RS അധ്യക്ഷൻ മോഹൻ ഭഗവത് പറയുന്നു അഹങ്കാരം നല്ലതല്ലെന്ന് പറയുന്നു. ഇതൊന്നും നരേന്ദ്രമോദിക്കും BJPക്കുമുള്ള ഏതെങ്കിലും തരത്തിൽ സൂചനകളല്ല എന്ന് താങ്കൾ പറഞ്ഞാൽ ഓക്കെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു, അംഗീകരിക്കുന്നു. ഷാഫി ചാലിയം ഇത് ഒരു കാര്യം ഞാൻ പറയാം. മോഹൻജി ഒറ്റ കഴിഞ്ഞില്ല. മോഹൻജി ഭഗവത് ഈ രാജ്യത്തോടായും മുതിർന്ന കാര്യകർത്താക്കളോടായും നടത്തിയ ഉപദേശ രൂപേണയുള്ള പ്രസ്താവനയാണത്. അതിൻ്റെ അകത്ത് യാതൊരു അരോചകത്വമോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നരേന്ദ്രമോദിക്കുള്ള മുന്നറിയിപ്പാണ്, നരേന്ദ്രമോദിക്കുള്ള എന്താണ് വാണിംഗ് ആണ് എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അറിയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം RSS എന്ന് പറയുന്ന ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖമാസികയിൽ കുറച്ചുകൂടി നേരിട്ട് ആക്രമിക്കുന്ന ഒരു ലേഖനം കൂടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നഡ്ഡ പറഞ്ഞില്ലേ RSSന്റെ മുഖമാസികയിൽ കുറച്ചുകൂടി നേരിട്ട് മോദി ആക്രമിക്കുന്നുണ്ട്, BJP ആക്രമിക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കണം. മനസ്സിലായി. RSSന്റെ മുഖപത്രത്തിൽ ഓർഗനൈസറിലെ ലേഖനം ഞാൻ വായിച്ചതാണ്, രത്തൻ ശാരദയുടേത്. RSSന്റെ മുഖപത്രങ്ങളിൽ എല്ലാ അഭിപ്രായങ്ങൾക്കും അവിടെ സ്ഥാനം കൊടുക്കാറുണ്ട്. ഇവിടെ കേരളത്തിൽ കേസരിയിൽ കൊടുക്കാറുണ്ടല്ലോ, വിരുദ്ധാഭിപ്രായങ്ങൾ വരാറുണ്ടല്ലോ, വിമർശനാത്മകമായ ലേഖനങ്ങൾ വരാറുണ്ടല്ലോ. ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ കേസരിയിൽ വിമർശനാത്മകമായിട്ട്. അതിന് സ്ഥാനമുണ്ട്. രത്തൻ ശാരദ BJPക്കാരൻ പോലും അല്ല. രത്തൻ ശാരദ ഹാർഡ് കോർ RSS ആണ്. സംശയമുണ്ടോ? രത്തൻ ശാരദ ഹാർഡ് കോർ RSS ആണ്. സംശയമുണ്ടോ? ഹാഷ്മി, ഞാനതാ പറഞ്ഞത്. ഇല്ല, എനിക്ക് സംശയം. എനിക്ക് നേരിട്ടറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഹാഷ്മി, RSSന്റെ കേരളത്തിലെ മുഖപത്രമായ കേസരിയിൽ വിമർശനാത്മകമായ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ റെഗുലറായി കേസരിയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന് സ്ഥാനമുണ്ട് ഇവിടെ. അഭിപ്രായങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ ദേശാഭിമാനിയെയും വീക്ഷണത്തെയും ഒക്കെ കാണുന്നത് മാതിരി ഇതിനെ കാണുന്നതിനുള്ള നിങ്ങളുടെ കുഴപ്പമാണിത്. RSSന്റെ മുഖപത്രത്തിൽ RSSനെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ BJPയെ പ്രകീർത്തിക്കുന്ന ലേഖനങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന നിങ്ങളുടെ ഒരു പെർസെപ്ഷന്റെ കുഴപ്പമാണത്. അതിന് മറ്റുള്ളവരെന്ത് പഴിച്ചു. ഷാഫി ചാലിം ഇവിടെ മോദി കാ പരിവാർ എന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിങ്ങൾ മാറ്റൂ എന്ന് പറയുകയാണ്. നരേന്ദ്രമോദി നേരിട്ട് തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മോദിയുടെ കുടുംബമാണ് എന്ന് പറഞ്ഞാൽ ഒഡീഷയിൽ എവിടെ നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ് ഈ രാജ്യത്തെ 148 കോടി മനുഷ്യരും മോദിയുടെ കുടുംബമാണ് എന്നൊരു ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. എന്തായാലും മോദി ഇപ്പോൾ തിരിച്ചറിയുന്നു ഇത് മോദിയുടെ കുടുംബമല്ല.